2026 എത്താനായി എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. ന്യൂ ഇയർ എക്സൈറ്റ്മെന്റ് പോലെ തന്നെ 2026 സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നറിയാനുള്ള ആകാംക്ഷയും നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങളിൽ ചിലരെങ്കിലും ഞെട്ടാൻ സാധ്യതയുണ്ട്. 2026 സ്വർണ്ണവില 30% ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. 2020 കോവിഡ് സമയത്ത് 10 ഗ്രാം സ്വർണത്തിന് 50,000 രൂപയിൽ താഴെ നൽകിയാൽ മതിയായിരുന്നു. പക്ഷേ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു 5 വർഷത്തിനിടയിൽ സ്വർണ്ണവില പ്രതീക്ഷിക്കാത്തത്രയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2020 സ്വർണ്ണവില കൂടുമോ കുറയുമോ? സാധാരണക്കാർക്ക് സ്വർണം വാങ്ങാൻ സാധിക്കുമോ? സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ഉചിതമായ ഒരു തീരുമാനമാണോ എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും ചോദ്യങ്ങളും ഇതിനോടകം തന്നെ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാകും. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം വളരെ കൃത്യമായി മനസ്സിലാകും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. 2025 ഏകദേശം അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 1,20,25,000 രൂപ മുതൽ 1,30,000 രൂപ വരെ നൽകേണ്ട ഒരു അവസ്ഥയാണ്. ലോകത്ത് അസ്ഥിരത, പലിശ നിരക്കുകളുടെ മാറ്റങ്ങൾ, ഭൗതിക രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ സാധാരണയായി സ്വർണ്ണവിലയിലും മാറ്റം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു വസ്തുവിന്റെ വില ഉയരുന്നു എന്നത് കണ്ട് നമ്മൾ എല്ലാവരും അതിന് പിന്നാലെ ഓടിപ്പോകാനും പാടില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ എല്ലാ പണവും ഒരു സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു തെറ്റായ കാര്യമാണ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത് പ്രകാരം 2024 15% മുതൽ 30% വരെ സ്വർണത്തിന്റെ വില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ്. ഇതിനിടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ സജീവമായി സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സംശയമാണ്, സ്വർണ്ണവില കൂടുമോ അതോ സ്വർണ്ണവില കുറയുമോ? 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിദഗ്ധന്മാർ എന്തൊക്കെയാണ് പറയുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഏകദേശം എല്ലാവർക്കും സ്വർണം വളരെ ഇഷ്ടമുള്ള ഒരു വസ്തുവാണ്. പക്ഷേ ഇപ്പോൾ 1 ഗ്രാം സ്വർണം അല്ലെങ്കിൽ ഒരു 10 ഗ്രാം സ്വർണം വാങ്ങുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയാണെങ്കിൽ സ്വർണ്ണവില താഴാനും സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് സ്വർണ്ണവിലയെ കുറിച്ചുള്ള അവലോകനമാണ്. അപ്പോൾ നമ്മൾ 2026 സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നതിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് അതിന് മുന്നോടിയായി 2020 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ വിലയിൽ എന്തൊക്കെ മാറ്റമാണ് വന്നിട്ടുള്ളത് എന്നത് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് 2020 മുതൽ 2025 വരെ സ്വർണ്ണവില എങ്ങനെയാണ് വേഗത്തിൽ ഉയർന്നതെന്ന് നോക്കാം. 2026 സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നത് പരിശോധിക്കുന്നതിന് മുമ്പ് പഴയ കാലങ്ങളിൽ ഈ ഒരു സ്വർണത്തിന്റെ വിലയിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ 1960 10 ഗ്രാം 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 63 രൂപയായിരുന്നു. പക്ഷെ അതേ സ്വർണം 1980 ആയപ്പോഴേക്കും 1300 രൂപ കടന്നു. അതേ സ്വർണം 1990 ആയപ്പോഴേക്കും ഏകദേശം 3200 രൂപയായിരുന്നു. അതേ തൂക്കത്തിലുള്ള സ്വർണം ഏകദേശം 2000 ആയപ്പോഴേക്കും 4400 രൂപ ഏകദേശം നമ്മൾ നൽകേണ്ടതുണ്ടായി. ഞാൻ പറയുന്ന ഓരോ കണക്കുകളും ഏകദേശ കണക്കുകളാണ്. ഇവയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. 2000-ന് ശേഷമാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയത്. 2010 ആയപ്പോഴേക്കും സ്വർണത്തിന്റെ വില ഏകദേശം 18,500 രൂപയായി ഉയർന്നു. 2015 ആയപ്പോഴേക്കും ആ ഒരു സ്വർണത്തിന്റെ വില 26,000 രൂപയായി മാറി. പിന്നെ 2020 ആയപ്പോഴേക്കും കോവിഡ് വന്നു. കോവിഡ് കാലത്ത് സ്വർണത്തിന്റെ വില 48,000 രൂപയായി ഉയർന്നു. ഇപ്പോൾ നമ്മൾ 2020 വരെയുള്ള കണക്കുകളാണ് പറഞ്ഞത്. ഇനി നമുക്ക് 2021 മുതൽ 2025 വരെ സ്വർണത്തിന്റെ വിലയിലുണ്ടായ മാറ്റങ്ങൾ ഒന്ന് പരിശോധിക്കാം. 2021 48,700 രൂപയായിരുന്നു സ്വർണത്തിന്റെ വില. 2022 ആയപ്പോഴേക്കും 10 ഗ്രാം സ്വർണത്തിന് നമ്മൾ ഏകദേശം 52,600 രൂപ നൽകേണ്ടി വന്നു. 2023 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 63,000 രൂപ നൽകേണ്ടി വന്നു. 2024 ആയപ്പോഴേക്കും
10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 77,000 രൂപ നൽകേണ്ടതായി വന്നു. 2025 അതായത് ഈ വർഷത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് സ്വർണത്തിന്റെ വില ഉയർന്നത്. ഇപ്പോൾ 10 ഗ്രാം സ്വർണത്തിന് 1,20,000 രൂപ മുതൽ 1,30,000 രൂപ വരെ നൽകിയാലേ നമുക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. വിലകൾ ദിവസേന മാറിയാലും ഈ ഒരു പരിശോധനയിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, സ്വർണത്തിന്റെ വില ദിവസേന മാറാം. അടുത്ത് നമ്മൾ സ്വർണത്തിൽ നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന കാര്യം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിക്ഷേപങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബത്തിന്റെ സുരക്ഷ. നമ്മൾ പലപ്പോഴും നിക്ഷേപങ്ങൾ ചെയ്യുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനേക്കാളും പ്രധാനമായി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് കുടുംബത്തിന്റെ സുരക്ഷയെ കുറിച്ചാണ്. ഏകദേശം എല്ലാ കുടുംബത്തിലും ആ ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗം ഒരു വ്യക്തിയിലായിരിക്കും. ഇൻ കേസ് ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളുടെ കുട്ടികളെ ആര് പഠിപ്പിക്കും? നമ്മളുടെ ലോൺ ആരടയ്ക്കും? എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളിലും ഉത്തരമില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിൽ പലരും നിൽക്കുന്നത്. എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളുടെയും ഉത്തരമാണ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് ഒരു കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു കുടുംബത്തിന് 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി അല്ലെങ്കിൽ 2 കോടി എന്നിങ്ങനെ കവറേജ് ഉണ്ടെങ്കിൽ ഇൻ കേസ് ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് ഇൻഷുറൻസ് കമ്പനി ആ ഒരു തുക നൽകുന്നു. ഇതിനായി നമ്മൾ പ്രതിമാസം പ്രീമിയം അടയ്ക്കേണ്ടതുണ്ട്. വെറും 400 രൂപ മുതൽ 500 രൂപ വരെ പ്രതിമാസം നൽകുകയാണെങ്കിൽ 1 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെ ടേം ഇൻഷുറൻസ് ലഭിക്കും. നിങ്ങൾ ഏത് കവറേജ് ആണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് പ്രീമിയം മാറുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് 51 ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്യാം. അതുമാത്രമല്ല 15% ഡിസ്കൗണ്ടും നേടാം. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും ഓരോ കുടുംബത്തിനും അത്യാവശ്യമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ആശുപത്രി ചിലവുകൾക്കായി നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിക്കാതെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളുടെ പണം സംരക്ഷിക്കുന്നു. പ്രതിമാസം വെറും 400 രൂപ മുതൽ 500 രൂപ വരെ നൽകുകയാണെങ്കിൽ 1 കോടി രൂപയുടെ വരെ കവറേജ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലൂടെ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ടും അതുപോലെ തന്നെ 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് മാത്രമല്ല ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ടേം ഇൻഷുറൻസ് എടുക്കുന്നതോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതോ ഒരു ഓപ്ഷൻ അല്ല, അത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് വേൾഡ് ഗോൾഡ് കൗൺസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ലോകത്തിലെ സ്വർണത്തിന്റെ ആവശ്യവും വിതരണവും നിരീക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അവരുടെ പ്രവചനം അനുസരിച്ച് 2026 സ്വർണത്തിന്റെ വില 15% മുതൽ 30% വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഉറപ്പായ ഒരു കാര്യമല്ല. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ലോകത്ത് ഇപ്പോൾ തുടരുന്ന അസ്ഥിരത തുടരുകയാണെങ്കിൽ, അതുപോലെ തന്നെ പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടായാൽ, അതുപോലെ തന്നെ RBI ഉൾപ്പെടെയുള്ള സെൻട്രൽ ബാങ്കുകൾ സ്വർണ്ണ ശേഖരം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില 15% മുതൽ 30% വരെ ഉയരാനാണ് സാധ്യത എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത്. അതുപോലെ തന്നെ സ്വർണത്തിന്റെ വില താഴാനും സാധ്യതയുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില 5% മുതൽ 20% വരെ താഴാനും സാധ്യതയുണ്ട്. അതായത് സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് സ്വർണത്തിന്റെ വില ഉയരാനും താഴാനും സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വർണ്ണവില ഉയരാനുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി മനസ്സിലാക്കാം. ആദ്യത്തെ പോയിന്റായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് ലോക അസ്ഥിരത. യുദ്ധങ്ങൾ, ഭൗതിക രാഷ്ട്രീയ സംഘർഷങ്ങൾ നിക്ഷേപകരെ സ്വർണത്തിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് ആണ് പലിശ നിരക്ക്. ബാങ്ക് പലിശ കുറയ്ക്കുകയാണെങ്കിൽ സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള ആളുകളുടെ ആഗ്രഹം ഉയരുകയും അങ്ങനെ സ്വർണത്തിന്റെ വില കൂടാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ആണ് സെൻട്രൽ ബാങ്കുകളുടെ വാങ്ങൽ. ഇന്ത്യ, ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഡോളറിന്റെ ആശ്രയം കുറയ്ക്കാൻ വേണ്ടി സ്വർണത്തിൽ നിക്ഷേപം കൂട്ടുകയാണ്. അതും സ്വർണത്തിന്റെ വില കൂടാനുള്ള മറ്റൊരു കാരണമായി നമുക്ക് എടുത്തു പറയാം. നാലാമത്തെ പോയിന്റ് ആണ് രൂപയുടെ മൂല്യ തകർച്ച. സ്വർണത്തിന്റെ വില ഡോളറിലാണ് നിശ്ചയിക്കുന്നത്. ഇൻ കേസ് രൂപയുടെ മൂല്യം കുറയുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില ഉയരുകയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ പോയിന്റ് ആണ് ഇന്ത്യൻ ആവശ്യം. നമുക്കറിയാം, ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ സ്വർണമില്ലാതെ ആർക്കും ചിന്തിക്കാൻ തന്നെ ആകില്ല. അത് തന്നെയാണ് സ്വർണത്തിന്റെ ആവശ്യം ഇത്രയേറെ ഉയരാനുള്ള കാരണം. സ്വർണത്തിന്റെ ആവശ്യം കൂടുകയാണെങ്കിൽ സ്വാഭാവികമായി സ്വർണത്തിന്റെ വില അതിനോടൊപ്പം ഉയരുന്നു. യുദ്ധങ്ങൾ തുടരുകയും പലിശ നിരക്ക് കൂടുകയും കുറയുകയും ചെയ്യുകയും അതുപോലെ തന്നെ രൂപയുടെ മൂല്യം കുറയുകയും ചെയ്യുകയാണെങ്കിൽ സ്വർണ്ണവില ഉയരാനാണ് സാധ്യത. പക്ഷേ
സ്റ്റോക്ക് മാർക്കറ്റുകൾ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ നിയന്ത്രണത്തിൽ വരികയാണെങ്കിൽ, അതുമല്ലെങ്കിൽ ലോക സമാധാനം മെച്ചപ്പെടുകയാണെങ്കിൽ സ്വർണ്ണവില ഉയരാതെ താഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യൻ നിക്ഷേപകർ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും. അതിനുള്ള ഉത്തരവും ഞാൻ തന്നെ പറഞ്ഞു തരാം. FOMO ഒഴിവാക്കുക. അതായത് സ്വർണ്ണവില ഉയരുന്നു എന്നത് കണ്ട് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ നിക്ഷേപവും സ്വർണത്തിൽ മാത്രം നിക്ഷേപിക്കാതിരിക്കുക. വിദഗ്ധർ പറയുന്നതനുസരിച്ച് 10% മുതൽ 15% വരെ മാത്രമാണ് സ്വർണത്തിൽ നിക്ഷേപിക്കേണ്ടത്. ആഭരണങ്ങൾക്ക് പകരം ഗോൾഡ് ETF, അതുപോലെ തന്നെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ നിക്ഷേപിക്കുക. സോവറിൻ ഗോൾഡ് ബോണ്ട് ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ബോണ്ടുകൾ ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല. ഉയർന്ന വിലയിൽ ഒറ്റത്തവണ നിക്ഷേപം ഒഴിവാക്കുക. പകരമായി SIP-യിലൂടെ ഘട്ടം ഘട്ടമായി നിക്ഷേപിക്കുക. ഉയർന്ന ആസ്തികൾ തിരഞ്ഞെടുത്ത് അവയെ പിന്തുടരുക. സ്വർണം, വെള്ളി പോലുള്ള അസറ്റുകൾ എപ്പോഴും വിജയത്തിലേക്കല്ല നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയായ പഠനവും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അത്യാവശ്യമാണ്. ഈ ഒരു വീഡിയോ നിക്ഷേപക ഉപദേശമായി കണക്കാക്കരുത്. ഇത് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. സ്വർണം ഒരിക്കലും നിങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നനാക്കില്ല. നിങ്ങളുടെ പ്രതിസന്ധി കാലഘട്ടത്തിലെ ഒരു സംരക്ഷണ ഉപകരണമായാണ് സ്വർണത്തെ നിങ്ങൾ കണക്കാക്കേണ്ടത്. ഇത് വിദഗ്ധർ നൽകുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനെ കുറിച്ചും വളരെ കൃത്യമായി പഠിക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൽ നിന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. പല കണക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. Bosswala. Be the boss.